പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ് ആണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞത് രണ്ട് തരം ക്യാപിറ്റൽ അക്കൗണ്ടുകൾ, ഫിക്സഡ് മെത്തേഡിലും ഫ്ലക്ച്വേറ്റ് മെത്തേഡിലും എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തൊരു അക്കൗണ്ട് കൂടിയുണ്ട്. ആ അക്കൗണ്ടിന്റെ പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടിന്റെയും പ്രിപ്പറേഷൻ എങ്ങനെയാണ് എന്ന കാര്യമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. അമിത്, ബാബു ആൻഡ് ചാരു സെറ്റപ്പ് എ പാർട്ണർഷിപ്പ് ഫേം ഓൺ 1st April 2019. They contribute to 50,000, 40,000 and 30,000 respectively. Their capital agreed to share profit and loss in the ratio of 3:2:1. Amit is to be paid a salary of ₹1,000 per month and Babu a commission of ₹5,000. Also provide that interest on capital 6%. Drawing for the year, Amit 6,000, Babu 4,000 and Charu 2,000. Interest on drawings 270 was charged on Amit's drawings and 180 for Babu and 90 on Charu's drawings. The net profit as per profit and loss account for the year ended 31st March 2020 was ₹35,660. Prepare profit and loss appropriation account and show the distribution of profit among the partners. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും എങ്ങനെയാണ് പ്രോഫിറ്റ് വീതിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നോക്കൂ, എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുക. നമ്മൾ ആദ്യം ഒരു അക്കൗണ്ട് വരക്കുന്നു. അതിനകത്ത് ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എഴുതുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 35,660 രൂപ. അത് നമ്മൾ എഴുതി. പിന്നെ ക്രെഡിറ്റ് സൈഡിലേക്ക് വേണ്ടത് മറ്റൊന്നുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രമാണ് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 3 പേരുടേതും എഴുതി. അമിത് 270, ബാബു 180, ചാരു 90, ടോട്ടൽ എഴുതി 540. ദെൻ ഡെബിറ്റ് സൈഡിലേക്ക് അമിത് സാലറി, അമിത്തിന്റെ സാലറി 1000 പെർ മന്ത് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിരുന്നു മന്തിൽ തന്നു കഴിഞ്ഞാൽ പെർ ഇയറിലേക്ക് അത് മാറ്റണം. അപ്പോൾ 1000 പെർ മന്ത് എന്നത് 1000 × 12 12,000 എന്ന് എഴുതുന്നു. ബാബുസ് കമ്മീഷൻ എന്ന് 5,000 പെർ ആനം ആണ് നമ്മൾ നേരിട്ട് എഴുതി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അമിത്തിൻ്റെത് 3,000, അപ്പൊ 6% ആയിരുന്നു. 3,000, ബാബു 2,400, ചാരു 1,800, ടോട്ടൽ 7,200. ഇത് നമ്മൾ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ 36,200 കിട്ടും. അത് ഡെബിറ്റ് സൈഡ് അതിനകത്തുനിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് ബാക്കി 12,000 കിട്ടും. 12,000. ആ 12,000 നമ്മൾ എന്ത് ചെയ്യുന്നു? 3 പാർട്ണർമാർക്കും അവരുടെ റേഷ്യോ പ്രകാരം വീതിച്ചു കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്തപ്പോൾ 36,700 കിട്ടി. അതിനകത്ത് നിന്ന് ഡെബിറ്റ് സൈഡിലെ 3 ഐറ്റംസ് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ബാലൻസ് ആണ് ഈ 12,000 എന്ന് പറയുന്നത്. ആ 12,000 ആണ് പ്രോഫിറ്റ്. അത് 3 പേർക്കും അവരുടെ റേഷ്യോ പ്രകാരം വീതിക്കണം. റേഷ്യോ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരുന്നു 3:2:1. അപ്പോൾ 3, 2, 1 എന്ന് പറയുന്ന അനുപാതത്തിലാണ് വീതിക്കേണ്ടത്. 12,000 എങ്ങനെ വീതിക്കും? അമിത്തിന്റെ 12,000 വീതിക്കുന്നത് എങ്ങനെയാണ്? 12,000 × 3/6. എങ്ങനെയാണ് 3, 6 കിട്ടുന്നത്? അമിത്തിന്റെ ഷെയർ 3 ആണ്. ടോട്ടൽ ഷെയർ എന്ന് പറഞ്ഞാൽ 3, 2, 1. അപ്പോൾ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 6 എന്ന് കിട്ടും അല്ലെ. അപ്പോൾ അമിത്തിന്റെ കാണേണ്ടത് 12,000 × 3/6 ആണ്. ബാബുവിൻ്റെത് 12,000 × എന്താ വരും? 2/6 അല്ലെ. 2/6 എന്ന് വരും. ചാരുവിൻ്റെത് 1/6 എന്നും വരും. ക്ലിയർ? ഇനി അതുപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. അമിത്, ബാബുൽ ആണ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. ക്യാപിറ്റൽ 50,000-ഉം 30,000-ഉമാണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% ബാബുലിന് സാലറി ഉണ്ട് 2,500. ആനുവൽ സാലറിയാണ്. ആനുവൽ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തേക്കുള്ളതാണ്. ഇനി അതിനകത്ത് ഗുണിക്കാൻ നിൽക്കരുത്. ദെൻ manager to be allowed commission of ₹5,000. then 5,000 രൂപ കമ്മീഷനും കൊടുക്കുന്നു. അമിതാഭിന് ഒരു ലോൺ ഉണ്ട്. ഏപ്രിൽ 1-ന് ₹5,000 ടു ഫേമിലേക്ക് ഒരു 5,000 രൂപ ലോൺ കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് എനി എഗ്രിമെന്റ് ഒന്നുമില്ല. ദെൻ During the year 2019-20, the profit earned ₹22,250. 72,250 രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയത്.
അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ആദ്യം നമ്മൾ പ്രോഫിറ്റ് എഴുതുന്നു. പ്രോഫിറ്റ് ഇത് നെറ്റ് പ്രോഫിറ്റ് 22,250 എന്നതാണ്. അത് ബിഫോർ നോക്കാം, 22,000 എന്ന് പറയുന്നത് 22,250 എന്ന് പറയുന്നത് ബിഫോർ ബാബിൾ സാലറിയാണ്. അപ്പൊ ബാബിളിന്റെ സാലറി അതിനകത്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എത്ര ഉണ്ടാവുള്ളൂ? 14,250 രൂപയെ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ദെൻ നമ്മൾ ബാബുവിന്റെ സാലറി എഴുതുന്നു 2,500 രൂപ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതി, രണ്ടുപേരെഴുതും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് സൈഡിന് ടോട്ടൽ എഴുതി, അതിനകത്തുനിന്ന് ഡെബിറ്റ് സൈഡ് മൈനസ് ചെയ്തു. ബാക്കി നമുക്ക് 6,950 കിട്ടി. അത് രണ്ട് പാർട്ട്ണർമാർക്കും അവരുടെ റേഷ്യോ പ്രകാരം വീതിച്ചു കൊടുത്തു. ഓക്കെ, ഇനി ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടെ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നു. ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും? നോക്കൂ, രണ്ട് പാർട്ണർമാർക്ക് രണ്ട് അക്കൗണ്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിൽ രണ്ട് എമൗണ്ടുകളും കൊടുത്തിട്ട് ഉണ്ടാക്കാം. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഒരേ അക്കൗണ്ടിൽ രണ്ട് എമൗണ്ടുകളും പ്രൊവൈഡ് ചെയ്താൽ മതി. എന്നിട്ട് അമിത ബിൽ എഴുതുന്നു. ബാലൻസ് 50,000 രൂപ, അഥവാ അവർ കൊണ്ടുവന്ന ക്യാപിറ്റൽ 50,000 രൂപ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അമിതബിൻ്റെത് 3,000 രൂപ. പ്രോഫിറ്റ് 4,170 രൂപ അല്ലെ. ടോട്ടൽ ചെയ്യുന്നു. അതേ ടോട്ടൽ തന്നെ അപ്പുറത്ത് എഴുതുന്നു. ദെൻ ഡെബിറ്റ് സൈഡിൽ ഒന്നുമില്ല, അഥവാ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സെയിം എമൗണ്ട് തന്നെ ബാലൻസ് ആയിട്ട് എഴുതുന്നു. ദെൻ ബാബിളും അതേപോലെ തന്നെയാണ്. ബാലൻസ് ക്യാപിറ്റൽ 30,000 രൂപ, സാലറി 2,500 രൂപ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 1,800 രൂപ, പ്രോഫിറ്റ് കിട്ടിയത് 2,780 രൂപ. ടോട്ടൽ ചെയ്യുന്നു. അതേ എമൗണ്ട് തന്നെ ബാലൻസ് ആയിട്ടും എഴുതുന്നു. ഇങ്ങനെയാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും തയ്യാറാക്കുന്നത്. അപ്പൊ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആക്കിയിട്ട് അതിനകത്തുള്ള ഡെബിറ്റ് സൈഡിലുള്ള സാധനങ്ങളെല്ലാം എടുക്കലും അതാത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് വരും. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. സൗമ്യ ആൻഡ് വിമൽ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. സൗമ്യയും വിമലും പാർട്ണർമാരാണ്. 3:2 എന്ന് പറയുന്ന അനുപാതത്തിലാണ് ലാഭനഷ്ടം വീതിക്കുന്നത്. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് തന്നിട്ടുണ്ട്, കറണ്ട് അക്കൗണ്ട് ബാലൻസും തന്നിട്ടുണ്ട്. പാർട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ്സ് ദാറ്റ് സൗമ്യ പെയ്ഡ് എ സാലറി ഓഫ് ₹500 പെർ മന്ത്. സൗമ്യക്ക് 500 രൂപ മാസം ശമ്പളമുണ്ട്. ബിമൽ കമ്മീഷൻ ഉണ്ട് 40,000 രൂപ ഫോർ ദി ഇയർ, വർഷത്തേക്ക് 40,000 രൂപ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6%. ഡ്രോയിങ്സ് സൗമ്യ ബിമലിന്റെ 30,000 10,000 ആണ്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ് 2,49,000 രൂപ. ഇൻട്രസ്റ്റ് ഓൺ സൗമ്യാസ് ഡ്രോയിങ്സ് 750 ബിമൽസ് ഡ്രോയിങ്സ് 250 അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും തയ്യാറാക്കുക. ഓക്കെ, അതൊന്ന് ചെയ്ത് നോക്കാം. അതുപോലെ മറ്റൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ കൂടി. രാഗി, ശിഖ ആർ പാർട്ട്നേഴ്സ് വിത്ത് എ ക്യാപിറ്റൽ ഓഫ് ₹2 lakh 3 lakh. The profit of the firm for the year ended 2016-17 23,200 രൂപ. As per agreement, they share a profit in capital ratio after allowing salary 5,000 per month to Sheikha and interest on capital 10%. ശമ്പളം 5,000 രൂപയാണ് പെർ മന്ത് കൊടുക്കുന്നത്. ഇൻട്രസ്റ്റ് 10%. ഡ്യൂറിംഗ് ദ ഇയർ രാഖി വിഡ്രോ 7,000 ആൻഡ് ഷെയ്ഖ ₹10,000 ഫോർ ദയർ പേഴ്സണൽ യൂസ്. ഡ്രോയിങ്സ് 7,000 10,000. പാർട്ണർഷിപ്പ് ഡീഡ് പ്രകാരം സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അപ്പോർഷൻ ട്രീറ്റഡ് ആസ് ചാർജ് ഓൺ പ്രോഫിറ്റ്. എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റിന് മുകളിൽ ഒരു ചാർജ് ആയിട്ട് കണക്കാക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒക്കെ സാധാ പോലെ തന്നെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും തയ്യാറാക്കി നോക്കുക. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. ലോകേഷ്, ആസാദ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. 3:2 എന്ന് പറഞ്ഞ അനുപാതത്തിൽ ലാഭനഷ്ടം വീതിക്കുന്നു. ക്യാപിറ്റൽ 50,000 30,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6%. ദെൻ ആസാദിന് 2,500 രൂപ പെർ ആനം സാലറി കിട്ടുന്നു. പ്രോഫിറ്റ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബട്ട് ആഫ്റ്റർ ചാർജിങ് ആസാദ് സാലറി. ആസാദ് സാലറിക്ക് ശേഷവും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് മുമ്പുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 12,500 രൂപയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സാലറി മൈനസ് ചെയ്യണം അല്ലെ. ദെൻ 5% പ്രോഫിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് മാനേജർ കമ്മീഷൻ ആയിട്ട് മാറ്റി വെക്കണം. മാനേജർ കമ്മീഷൻ 5%, അതും കുറക്കണം. എന്നിട്ട് ബാക്കി മാത്രമേ വിധിക്കാൻ പാടുള്ളൂ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും അപ്രോപ്രിയേഷൻ അക്കൗണ്ടും തയ്യാറാക്കുക. ഓക്കെ, താങ്ക് യു.